എടുത്തേ അപ്പം ഇട്ടിട്ടാണെങ്കിൽ അത് ഓപ്പൺ ആക്കി വേറെ നീ അടിച്ചേ ചരിഞ്ഞിരിക്കുന്നോണോ? അങ്ങനെ ഞങ്ങളിന്ന് മോട്ടർ വെച്ച് തോട് പറ്റിക്കുക കേട്ടോ. തോടിൻ്റെ കുറച്ച് ഭാഗം ഞങ്ങൾ മോട്ടർ വെച്ച് പറ്റിക്കുക. ഇത് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മേളിൽ കൊണ്ടുപോയി അടിക്കണം. അത്യാവശ്യം മീനൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ 2 ബ്രാലിനെയൊക്കെ കണ്ട് ആ ചെറിയൊരു കുഴിയിലേ കുറുവയും ഒക്കെ കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇത് പറ്റിച്ചിട്ട് മേലിലോട്ട് പോകണം ബാക്കി പറ്റിക്കാൻ. ഇത് 20 രൂപ അടക്കുന്നേ നോക്കി. ഇട് അണ്ണാ ഒരു ചെറിയ വക്കരം ചെറുതുണ്ടോ? ഇതായിരിക്കും നേരത്തെ ഇറങ്ങിയല്ലേ? അന്നേരം പറഞ്ഞില്ലേ ആരാനായിരിക്കുന്നത്? അല്ലേ രജനെണ്ണം പറഞ്ഞായിരുന്നു ആരാനാന്ന്. വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കാലെ കുപ്പിച്ചില്ലുകൊണ്ട് കീറി. അതാ എടുക്കണ സാധനം പിന്നെ നോക്കിക്കണ. ഒന്ന് വെട്ടി ഒരു വെട്ട് കൊടുത്തു വിട്ടായിരുന്നു, അത് എങ്ങും പോകത്തില്ലായിരുന്നു. അങ്ങനെ തീറും, അതൊരു പേടി. വെള്ളത്തിൽ പോയി കഴിഞ്ഞാലേ
നല്ല കിടിലൊരു പ്ലാനിലായിരുന്നു. ആ സൈസ് ആരാനാ? എടാ പ്ലാനിലല്ലോടാ അത്. ആരാനാണോ? അങ്ങനെ നമ്മുടെ ആശാൻ കത്തി കൊടുത്തിട്ടുണ്ട്. എവിടെ പോവാടേ? എന്ത് വീഡിയോ എടുത്തെങ്കിലും സഹായിക്കടേ. അങ്ങ് പോകുന്നില്ലേ? താണ്ടതാ ഇവിടെ ഇവിടെ ഈ സൈഡിൽ പോയി അനക്കണ്ട നോക്കാം. നീ പതുക്കെ നോക്ക്. പറ്റത്തില്ലേ? അവിടെ തന്നെ ഓടിച്ച് വരട്ടെ. കുഴപ്പമില്ല, നീ പോണ്ട, നീ പോണ്ട. പോയി പൊറോട്ട വാങ്ങുന്നതിന് പോ. നാണ്ട പ്രാവശ്യം മീൻ പോരാ. ഇല്ല പോണം. കുഴപ്പമില്ല, നീ പണി ചെയ്തോ, കുഴപ്പമില്ല. അവിടെ പറക്കാന്നോ പോട്ടെ. വേണ്ട, ഈ വെള്ളമുണ്ടോ? ചെറിയ ഒരെണ്ണം ആരെയും അറിയാന്നുണ്ടോ? മേളിന്ന്, ഏറ്റവും മേളിന്ന്. അതല്ലടാ, ഒരു പാറ കൊണ്ടിരിക്കുന്നുണ്ടോ? തൂണ്ട ഒരു കുപ്പി കിടക്കുന്നുണ്ടോ? കറുത്ത എരിപ്പിന്റെ ഫ്രണ്ട് അവിടെ കണ്ടോ? കണ്ടോ കണ്ടോ കേട്ടോ? ആനയുണ്ടോ? ഇല്ല, ബക്കറ്റും കുറ. ആ ബക്കറ്റിൽ കോരി കുറ. സുരാജേ, മീൻ കരക്കിടന്ന് സൂക്ഷിച്ചത് ഉണ്ട്. അത് അറിഞ്ഞൂല്ലേ വെള്ളം പറ്റി അവിടെ തന്നെ കിടക്കുക. ഓട്ടറാ ബക്കറ്റ്. ഇല്ല ബക്കറ്റിന് പോയി. ഇല്ല ബക്കറ്റിന് കോരി കയറാ. ഇപ്പൊ ചാടുവത് അങ്ങനെ അനങ്ങുന്നില്ല അവിടുന്ന്. കലത്തിനകത്തോട്ട് അവളെ നീന്തൂടെ ചെയ്തേ. അത് മേടിക്കണമെങ്കിൽ ഒന്നൂടാ. അത് വേറെ ആയിരിക്കും. അത് ഇത് വേറെ കണ്ടോ? ചേച്ചാടാ ഫോട്ടോ എടുക്കും. ഇതല്ല, എല്ലാ മീനും ഒരു കയറും. ചപ്പ് ചപ്പ് ചപ്പും ചവറൊക്കെ വരക്കള.
ആ ബക്കറ്റ് എടുത്തോളാം. ഇത് കുറുവടപ്പുണ്ട്. വേണ്ട നല്ല അടിപൊളി തരട് ഒന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. ഞാൻ വൈകിട്ട് മീനെ ഇപ്പൊ കൂട്ടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ആ ചുരുട്ടി ആ വെള്ളത്തിൽ തന്നെ വെക്കടാ. എന്നിട്ട് ചുരുട്ടി അതേപോലെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഇതിന്റെ ഇടയ്ക്കായിരിക്കുന്നത്, ആ ചപ്പിന്റെ ഇടയ്ക്കായിരിക്കുന്ന മീനെല്ലാം. ആരേ അതെല്ലാം ഇളകണം. ആ വെട്ടിളക്കണം. പുറകെ പോയി ജിത്തുവിന്റെ പുറകിലാണ് മീൻ. ചാത്തിയാ കുറുവല്ലത് ആണോ? ആ നല്ല കുറുവയത്. നീ ആ പോയി ആ മോട്ടർ പിടിയടാ, അവൻ പിടിക്കും. അവിടെ കിടപ്പുണ്ട്, അവൻ കാണുന്നില്ല. അവന്റെ ഫ്രണ്ട് കിടപ്പുണ്ടത്. ജിത്തു, നീ അവന്റെ അവനെ കൊടു. അടുത്ത വലക്കത്തിറാർച്ചേ ആ വലയ്ക്കാത്തിറാ ജിത്തു, അവന്റെ കൊടുക്ക്. എന്നിട്ട് നീ ഇറങ്ങി പിടിക്കും. അതിന് ആ ജിത്തു വേണ്ട അവിടെ ഇരുന്ന് മറ്റേ മൈനെ പോണ്ടേ, അവൻ പറക്കി ഇടുന്നുണ്ടോ? ഒറ്റ കയ്യിലാവൻ പിടിക്കുന്നത്. അത് വലക്കത്ത നേർച്ചേ. നീ പിടിച്ചിട്ടാ അത് കിടപ്പില്ലേ? അടി കാണും. ആശ പുറേ പുറേ പോകുന്ന ആശ പുറേ പുറേ കയറടാ. ജിത്തു ആർശ ആ മേപ്പോട്ട് പോയിട്ട് മോനാണ് കെട്ടിക്കോളൂ. അങ്ങോട്ട് കയറി എണ്ണ, അങ്ങ് അറ്റത്ത് പോട്ട് തുരാതെ എടുത്തോടാ. എറിയാൻ പോവാ. അങ്ങോട്ട് വരടാ, അങ്ങോട്ട് വരടാ. വാഗയുടെ കുഞ്ഞ്, വാഗയുടെ കുഞ്ഞ്, വാഗയുടെ കുഞ്ഞാത്. വാഗയത് കളിക്കുന്നവർ നോക്കി കളിക്കണേ, മൊത്തം മുട്ടിച്ചില്ല. ആരും കൊണ്ടുപോകില്ല. ചപ്പറിക്കുള്ള ചപ്പറ
കിട്ടിയില്ലെന്ന്. നമുക്കിപ്പം ഇപ്പോൾ വിളിച്ചു പറയാം, പഞ്ചായത്ത് വിളിച്ചത്. ഇതിന്റെ കൂട്ടത്തിൽ അതും വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ അതും വീഡിയോ എടുക്കാനേ അവിടെ അവിടെ ഇടാ. ആ കല്ലെല്ലാം പറക്കി ഇട്ടിട്ട് ആ ചേറ് അങ്ങോട്ട് വലിച്ചങ്ങ് വെച്ചാൽ മതിയല്ലോ അന്നേരം. അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞാൽ മതി. നീ ഇപ്പൊ പോയിക്കൊണ്ട് പോയില്ലേ? അതുപോലെ നീ ഇവിടുന്ന് പോരാ, നീ നിൽക്കുന്നതിന്റെ പുറത്ത് അവിടെ മീനുണ്ട്. ചെറിയ അറിയല്ലേ തീരില്ല. വെള്ളം അങ്ങോട്ട് എടുത്ത് കളയെന്ന് പറഞ്ഞു. അറിയിട് ആ കരക്കിരുന്നതാ. അവിടെ ചേർന്നാ തന്നെ പണിയിരിക്കുക. ഇളക്കി വിടുന്ന നോക്കും. ചുമ്മാ കട്ടയുടെ കളിക്കണം. അല്ല കിട്ടിയില്ല, രണ്ടിന്റെ തല വെട്ടിപ്പൊളക്കി പിന്നെയും കിട്ടും. താണ്ടെ മുമ്പിൽ കിടക്കണമല്ലയോ അല്ലയോ? അപ്പുറത്തോടെ ആ ചെരുപ്പിനവിടെ ചെരുപ്പിനവിടെ ആ ചെരുപ്പിനവിടെ കണ്ണ് പോടാൻ കിടച്ചു വിട്ടു ഒരെണ്ണം കണ്ടാ കൊണ്ട് 100 വിട്ടിട്ട് നേരെ പറഞ്ഞില്ലേ ഈ സാധനം. ഇതാ വെളിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ആ കല്ലിന്റെ അവിടെ അവിടെ എന്തെങ്കിലും കളിക്കണം. ലാസ്റ്റ് അത് തുറന്നു വിട്ടാൽ അവിടെ അവിടെ ആ ഭാഗത്ത് ചുമ്മാ നിങ്ങൾ വെള്ളം കൊടുത്തേ ഉള്ളൂ. കോരിനെ കോര്. രണ്ടുപേരും അങ്ങോട്ട് ഇത് പാസ് ചെയ്ത് അവിടെ നമ്മൾ അവിടെ കോരല്ല നമ്മളിഞ്ഞ് അവിടെ വെട്ടാൻ കിട്ടിയും കൂട്ടിക്കും. കൈയിടല്ലേ ഇവിടെ ഞാൻ ഇവിടെ കൈയിടാൻ പോകുന്നില്ല. കരക്കിക്കുമ്പോൾ അറിയാം കുപ്പിച്ചിൽ എത്ര മാത്രം ഉണ്ട്. കുപ്പിച്ചിലാണോ കൈ ഇടുന്ന തന്നെ കുപ്പിച്ചില്ലാത്ത. അവരൊക്കെ അടുത്ത വർഷമാണ് പിടിക്കുന്നത്. പക്ഷേ ഈ കുപ്പിച്ചിലെല്ലാം മാറണമല്ലോ. അല്ലെങ്കിൽ അതിന് മേപ്പോട്ട് ആ കല്ലിന്റെ സൈഡ് ഉണ്ടല്ലോ ഇവിടെ. ആ അവിടെ കല്യാണ ഫോട്ടോ തോന്നുന്നു. കമ്മൂണ്ട് കിടക്കുന്നല്ലെങ്കിൽ മോട്ടർ അടിച്ചിട്ട് കോരി കളാൻ നടക്കും. അല്ല വേണമെങ്കിൽ അങ്ങനെ പറയാം. കുറച്ച് വെള്ളം അടിച്ചു കളഞ്ഞാലേ. പക്ഷെ വെള്ളം നിറക്കണം. താഴത്താ വെള്ളം നിറയ്ക്കുന്ന സമയം കൊണ്ട് വെള്ളം കൂടുവിനകത്ത് അവിടെ 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 ഒഴിക്കാനാ പറഞ്ഞത്. അവസാനം സമ്മാനം ഉണ്ടെന്ന് പറയട്ടോ. അത് ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ തപ്പാണ് നിങ്ങൾ അടയിട്ടിട്ട് ഇവിടെ നീ വെള്ളം കോരി ഇങ്ങോട്ട് ഒഴുകി ആ തീരുന്ന അവിടെ നിന്ന് പെട്ടെന്ന് പിടിക്കാം. മോട്ടറൊക്കെ അടിയണം. അടയിടാം ചെല്ലി അതവിടെ ഇരിക്കട്ടെ.
വലയുടെ മുമ്പ് കിട്ടിയത് വല കെട്ടിയാൽ വലിക്കത്തില്ല ഭയങ്കര അത് മുന്നേ അടയും വലയും കൂടെ കയറ്റിയേ അല്ല ബക്കറ്റിനകത്ത് ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോ ഇങ്ങനെ ഈ ചപ്പെടുത്ത് കളഞ്ഞോണ്ടേ ഇരിക്കുന്ന മാത്രമേ ചെയ്യാനുള്ളൂ മാർഗം, വേറെ ഒന്നുമില്ല. ഭയങ്കര കഷ്ടമാണ്. ആ വെള്ളം ഇങ്ങോട്ട് കോരി വീടാ, ഇങ്ങോട്ട് കോരി വീടാ. ഒഴുകി വരുമ്പോഴത്തേക്കിന് അത്രയും ക്ലിയറായിരിക്കത്തില്ലേ? അത് തന്നെ രണ്ടെണ്ണം ഉണ്ടോ ചേട്ടാ? ഇതോ മേളിൽ ഒരെണ്ണം കിടക്കുന്നു, ഒരു ബ്രാല്. ഇല കണ്ട? ഇതിന് രണ്ടിനെയാണ് ഞങ്ങൾ കണ്ടേ. ഈ ബക്കറ്റ് ഇട്ടിട്ട് അതേപോലെ വെള്ളം ഇങ്ങോട്ട് കോരി വഴി മീൻ ഇങ്ങോട്ട് ചാടും. അതിന് ബാക്കി ഒരു വീടാ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. കുടിവെള്ളം വേണോ? ഇവിടെ ഒരു അടയാലും ഇട്ടായിരുന്നെങ്കിൽ മേലോട്ട് പോകുമ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാൻ അതാ നേരത്തെ പോയി. ഇവിടെ ആരും, ഇവിടത്തെ ആൾക്കാരെ കണ്ട പോസണം പോയി. വീട്ടിൽ അത് ഇവിടെ അങ്ങ് അടക്കി. എന്നാൽ ഈ വരുന്ന വെള്ളം കുറച്ച് അവിടെ തങ്ങി കിടക്കും. പിന്നെ തിരിച്ചേ വരുത്തുള്ളൂ. ഇത് നോക്കട്ടെ, അവിടെ അങ്ങ് അടക്കി. ഇതങ്ങ് അടക്കടാ, ഇവിടെ അങ്ങ് അടയ്ക്കടാ, അവിടെ അങ്ങ് അടയ്ക്കടാ. അന്നേരം ആ വരുന്ന വെള്ളം ഉണ്ടല്ലോ, കോരി ഒഴിക്കുന്ന വെള്ളമേ അവിടെ കിടക്കും. താപ്പോട്ട് വരെ വെച്ച് താമസിക്കും. അതുകൊണ്ട് ഇപ്പൊ നീ ഇത് ചെയ്യണം. ആർച്ചു ആ മേപ്പോട്ട് ഒഴിക്കുന്ന വെള്ളം അവിടെ വന്നിരിക്കും. ഇങ്ങോട്ട് വീടാ കയറ്റി. അവിടുന്ന് മാറാൻ പറ്റുമോ? രണ്ട് പാലുണ്ട്. വീട്ടിൽ ഇറങ്ങിത്തു എന്നാ മറിച്ച് വാങ്ങിക്കണോ? അല്ല നിന്റെടുത്തല്ല. അതിനെ മറ്റേ കെട്ടിയിടും. അതുകൊണ്ടാ ആ ചപ്പിനകത്ത് ഈ ചപ്പിനകത്ത് ആ ചപ്പിനകത്ത് നന്നായിട്ടങ്ങ് അടച്ചായിരുന്നെങ്കിൽ ആ ഒരു തുള്ളി വെള്ളം ഇറങ്ങി വരത്തില്ല. ഇല്ല കലക്കട ആവശ്യം പെട്ടെന്ന് കൊതിക്കടാ. കുറേ എത്തുന്നു, ജസ്റ്റ് കുറേ എത്തും. പെട്ടെന്ന് ഒരു ആർസി കുറേ ഇല്ലില്ല. വീട്ടിലല്ല, ഞാൻ മീൻ പിടിക്കുന്നത്. ഞങ്ങൾ കണ്ട് ഈ കുഴി വറ്റിച്ച് മീൻ പിടിച്ച് അത്യാവശ്യം വലിയ ബ്ലാഞ്ചിനെയൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പറ്റിക്കാൻ വന്നു.
അവിടെ വെച്ചടി. വെള്ളം ഇറങ്ങി പോകണം. ഇടയ്ക്ക് സാധനം എടാ വെള്ളം ഇനി വരൂടാ അതിനകത്ത്. ഇതിനു വേണ്ടി മദ്യപാനികൾ റോസ് വരട്ടാടാ. ഓക്കെ അല്ല അണ്ണാ അവിടെ വരാം. അവിടെ അല്ല അമ്മ, ഇവിടെ ഇവിടെ എനിക്കിവിടെ ഒരു ബക്കറ്റ് തരണേ ചെറുത്. തോട് വറ്റി കിടക്കുക, വെള്ളം ഒഴിയാൻ പോകും. പിന്നെ വെള്ളം നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പറ്റി. അന്നേ കുറവുണ്ടാ, കുറവുണ്ട്, വലുതുണ്ട്. ആറ് വീട്ടിലെ തൂമ്പ ഒടിഞ്ഞു. അറിയാൻ വേണം. ആ വലിച്ച് എടുക്ക്. വെള്ളമൊക്കെ ഏകദേശം പറ്റി തുടങ്ങി. വരുന്നുണ്ട് മോളെ ഒരുത്ത് അങ്ങ് കയറിയിട്ടുണ്ടായ കുറവൊക്കെ അടിക്കണ്ട, കുറവ ആവട്ടെ. കിണറിന് പരല് കിട്ടിയില്ല, ഈ വട്ടം കിട്ടുമായിരിക്കും. ആ ഞങ്ങള് വിചാരിച്ച അണ്ണന് പണി കാണുമെന്ന്. ഇന്ന് സത്യം പറഞ്ഞ ആളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല കാര്യം കമ്പല്ലായിരിക്കും. അങ്ങനെ കിണ്ണൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. മീൻ അപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ, അപ്പുറത്തെ മറിയോ കുറുവയൊക്കെ രാവിലെ തൂമ്പ ഒരെണ്ണം കൊടിഞ്ഞു പോയി.
വീട്ടില്. ഇതാ വരുന്നണ്ണ. എന്നാണോ വരുന്നത്? പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ആ അങ്ങനെ കിണ്ണെണ്ണം വന്നൊരു കുറുവെ തൂക്കിയിട്ടുണ്ട്. ഓ കോല കോല ഒരെണ്ണത്തേം ചേട്. ഇപ്പൊ അത് പോയനെ വള്ളത്തിയും ഒരു കോലാരും വെള്ളം വരല്. എല്ലാം അപ്പുറത്ത് കിടക്കൂല്ലയോ? തൂമ്പ എത്തിയില്ല, അത് അയാള് ഇപ്പൊ വരുമായിരിക്കും. കിട്ടിയോ? വെള്ളം കിടക്കുവാടാ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കുറെയൊക്കെ തപ്പി പിടിക്കുന്നുണ്ട് മീനെ. അതിനല്ല, പിടി 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 അവനെ. വെള്ളം പറ്റി നല്ല മീൻ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു കേട്ടാ. ഇത്തുവേ, ഓ ചവിട്ടി പുളുത്തി. ആ ഉറഞ്ഞു പോരുത്. ആരാ ജിത്തു? എന്തിനാ എവിടാ നീ പിടിച്ചിട്ടേ? ആ നിന്റെ അടുത്ത് മൊത്തം മീനല്ലയോ? നിക്ക് 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 നിക്ക്, നീ മാറി അറിയില്ലേ? സാക്ഷരാത് ഇവിടെ പറ്റി. സ്പീഡ് കൂട്ടി അണ്ണാ. അണ്ണാ അണ്ണാ സുരാണ്ണ സ്പീഡ്. അങ്ങനെ കിണ്ണെണ്ണം ബ്രാലിനെ പിടിച്ചു തുടങ്ങി. അതവിടെ കൊടുത്താരേ. മൊത്തം മീനിക്കോ? ആ തൂമ്പയും ചേർത്തോണ്ടോ വേണ്ടേ? അല്ല, അത് നല്ലൊരു തീരുമാനമാണ്. സൂപ്പർ അടിപൊളി. ആരെയാണ് ചേരാ?
ഓസ് ഓസ് ആണോ അതുണ്ടോ ഞങ്ങളുടെ ചെറുക്കൻ്റെ സേഫ്റ്റി ഷൂനകത്തുനിന്ന് ഇവിടെ കാണിയേ സുരേണ്ണ വിട്ടുകളടാ ഇനി അത് എടുക്കണ്ടേ ഓസ് ഓട്ടർ എങ്ങനെ എടുക്കും പിന്നാണ വാ കളഞ്ഞോ എല്ലാ പറഞ്ഞെല്ലാം പറക്കില്ലയോ മേലിനും കൂടെ പിടിക്കണം എന്നാലേ പെട്രോൾ വാങ്ങിക്കേണ്ടി വരും എന്നാ പെട്രോൾ 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 വണ്ടി ഉണ്ടോ ഇല്ല വണ്ടി ഇല്ലേ വണ്ടി പൈസ ഉണ്ടോ ഇല്ല ഇനി പറ്റിയ കണക്കോ മേളിൽ പറ്റിക്കണം ദാണ്ട പോകുന്നു ദാണ്ടേ അവിടെ ആ ഫ്രണ്ടിലെണ്ണ അവിടെ തപ്പേ ആ കല്ലിളക്കി നോക്കില്ലേ പവർ ആ താക്കോണ്ട് ഓ എണ്ണടി ആ ഇനി ഒരടിക്കൂടെ ഉള്ളൂ ഒരടിക്കൂടില്ല ആ ഒരടി അടി അയ്യോ വേണ്ടാടാ ഞങ്ങളുടെ കുട്ടികളുടെ പാത്രികയുണ്ടോ നമ്മുടെ കയ്യടി അത് പവർ 3 മണിക്കൂർ വർക്ക് ചെയ്തത് ഈ തോട്ടിലേക്കൊക്കെ ആയിരിക്കുന്ന പമ്പ് കണ്ട എന്തോരം വലുതാന്ന് തലക്കറം കൊടുക്കണോ ഞാൻ എടുത്തിട്ടേ 3 കൈ കോര കൈ പോയോ ഇട്ടോ ഇട്ടോ താഴെ ഇറങ്ങിയവനെ പോയി ഞാൻ 2 കരിയിലേയും പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരാളെ അണ്ണാ സ്പീഡ് അടിയണ്ണാ ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ടേ അണ്ണൻ്റെ മൂട്ടി ആ ബക്കറ്റ് വെച്ചെടുത്ത് മറ്റേ ബക്കറ്റ് അടിക്കാൻ പിടിച്ചാ അണ്ണാ അണ്ണാ സ്പീഡ് കൂട്ടിക്ക ഇവൻ പോയി വാങ്ങിച്ചോളും പെട്രോൾ ഇവൻ പൊക്കോളും പെട്രോൾ വാങ്ങിക്കാൻ ഇവൻ പെട്രോൾ വാങ്ങിക്കാൻ പൊക്കോളും ചുമ്മാ ഞാൻ തപ്പിപ്പോയി 2 കരിയും വെച്ചിട്ട് ഞാൻ ഇത് പറ്റിയ തീർന്നു പരിപാടി കേറിയില്ല ഓടൊരു വിരാലി കിടക്കുന്നു കരയില് വെള്ളം പോകുന്നുണ്ടോടാ എടുത്താ ബ്രാലാണോ അല്ല ഇവിടെ 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 ഇത് വേറെ എനിക്കറിയാം അത് വിരാലുണ്ടെന്ന് അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ട് നിറക്കിയേ ആരാണോ അത് ആരാണോ
ഓ എടുത്തിട്ടോ. ഇതിപ്പോ വറ്റിക്കാതെ കളഞ്ഞിട്ട് പോയായിരുന്നല്ലോ. ചേറുമീനാ, ചേറുമീൻ്റെ കുഞ്ഞാ. ഇല്ല, ഇതൊക്കെ ഒരു കേറില്ല കേറില്ല. കേറിയ ഒന്ന് രക്ഷിക്ക്. മതി 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 മതി. എന്റെ കൈയുടെ നല്ല കീച്ച കീച്ചത്. ഓ എന്തി ആ ഇതൊക്കെ ഒന്നുകൂടെ മേടെ അണ്ണാ ബക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുവേണം. ചുമ്മാ അങ്ങോട്ട് വല്ല കൊണ്ടുപോയി കണ്ട് കണ്ട്. ആന്ന് ഇവനെയാണ് നോക്കിയേ. ഇവിടുന്ന് മാത്രം നമ്മൾ കണ്ട ഇത്ര ഒരു ബക്കറ്റ് മീനെ പിടിച്ച് ഒരു ബക്കറ്റ്. എടാ ആ ബക്കറ്റ് ഇഞ്ഞെടുത്ത് എറിഞ്ഞാറാ. അല്ല പെയ്യന മതി. ഇതൊക്കെ നോക്കിയായിരുന്നു. അതെല്ലാം നോക്കിയാ ഇല്ലടേ ഞാൻ ഇളക്കിയ മേപ്പോട്ട് വെച്ചേക്കടാ ചേർക്കാ. എടാ വെള്ളം തുറന്നു കേട്ടോ. മേളിൽ നിന്ന് വെള്ളം തുറക്കട്ടോ. ഓ ആടാ കാര്യല്ല എന്റെ കക്ക ഇത്രയായുള്ളൂ. ഷാണിന് കാനയില്ലേ കിണ്ണനും കുറെ കക്കകളും. പിന്നെ ചെവിയൊക്കെ കടാ ചെവിയൊക്കെ ആ എടുത്തോ. എടാ നമ്മുടെ കല്ലുമാരുടെ വേറെ സാധനം. ഉച്ചയ്ക്ക് മുങ്ങിയ രജനണ്ണൻ വൈകുന്നേരം മീൻ പിടിച്ചപ്പോ വന്നിരിക്കുന്നു. എന്റെ തുറന്നു കേട്ടോ. തുറന്നുവിടും ഇവിടുന്ന് അങ്ങ് തുറന്നിട്ടു. മോട്ടറിനകത്ത് പെട്രോൾ ഇല്ല. സെറ്റ് ചെയ്യണം അപ്പോഴത്തേക്ക്. വെള്ളം തുറന്നു. വെള്ളം താഴെ പോട്ടെ. ഇതങ്ങ് പോട്ടാ. എന്തായാലും 5-6 മീൻ കിടപ്പുണ്ട് ഇവിടെ. വെള്ളം വന്ന് തുടങ്ങി. വെള്ളം പല്ലിയായിട്ട് പോകുന്നത്. അവിടെ ഒരു ധാരം ഉണ്ടായിരുന്നല്ലോ. അവിടെ എല്ലാം ധാരം. ഇവിടെ എല്ലാം ധാരം. വെള്ളം വെള്ളം ഇനി മതിയാണ്.
പക്ഷെ മോട്ടർ വെച്ചിവിടെ അങ്ങോട്ടാക്കണം, ഇവിടെ ഇച്ചിരി വെട്ടം കാണാൻ പോലും. ചിത്തേ ആദ്യം ഈ കരിയിലെല്ലാം കരലോട്ടം കയറ്റാം. വെള്ളം വറ്റാറാകുമ്പോൾ ചെയ്യടാ. ഇനി അത് ഇനി അടിക്കുന്ന എപ്പം നോക്കിക്കണ്ടാണ് ലൈറ്റ് കൊണ്ടുവരുന്ന നോക്കിക്കുന്ന സമയത്തിന് മീൻ കിടന്നു. ആദ്യം മോട്ടർ ശരിയാക്കി നേരെ ഇങ്ങോട്ട് കയറ്റി. എടാ അതിനെ ഞാൻ പറഞ്ഞു ഇച്ചിരി പുറമോട്ട് നിൽക്കണ. എന്താണ് പറഞ്ഞേ? ഇവിടെ എൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ട്. മീൻ കിടക്കുന്നുണ്ട് വെട്ടമില്ലാതെ. ഇങ്ങോട്ട് ലേറ്റ് കാണാൻ പറ്റും. വെള്ളം പിടിക്കുന്നില്ല, ചപ്പ് കുറച്ച് മാറ്റി ഈ കരിയിലടക്കി കൊണ്ടിട്ട് പിന്നെ അത് ഇട്ട് പിടിക്കില്ലേ. വേണ്ട വേണ്ട. വലിയൊരു കിട്ടിയോ? ചെളി മറ്റേ കരിയിലേക്ക് മാറ്റി. കാണാ ചാക്കിലാക്കിയോ? ചാക്കിൽ കെട്ടി വെക്കണേ. മാറ്റി മാറ്റി കാല് നോക്കാം. ചാക്കിലോട്ട് നടക്കണം, കിടക്കാറും കേട്ടോ. സ്പീഡ് കുറുവയാ ഇത്. അതിനകത്ത് കിടന്ന് ചാടി ഈ ബക്കറ്റിൽ നിന്ന് മാറ്റി. ആ കിട്ടി കിട്ടി, ഇതിനെ കിട്ടി. ഇതില്ലേ ബ്ലാഞ്ഞിലല്ലേ? ഇതേ സൈസ് ഒരു ബ്ലാഞ്ഞിൽ ഇരിപ്പുണ്ടായിരുന്നു തോന്നല്ലോ. തലക്കുറം കൊടുക്കണം. ഇല്ല ചാക്കി കൊണ്ടങ്ങിടാവോ, അതിനകത്ത് പോവുമല്ലോ. വെള്ളവട്ടത് അതിട്ടോണ്ടല്ലോ ഫോണ് നിന്റെ. അണ്ണാ നിക്കണ്ണ, ഇതെല്ലാം മാറട്ടെ, നുള്ളി പറക്കട്ടെ. ഒരു മൂലയ്ക്ക് ഇനി ഇരിപ്പോണ്ട് ബക്കറ്റിനകത്ത് ഇരിക്കുവോ ബാക്കി? എന്തുവാ എടാ ജിത്തു ആണ് ഈ കോടല്ലേ അണ്ണൻ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും ആവേശത്തിൽ ഇറങ്ങും. അതുകൊണ്ടാണോ ഫ്രണ്ടി കാല് ചവിട്ടി എടുത്ത് കൊടു എന്നാടാ എന്നാ ജിത്തു
എന്നാടാ എന്നാടാ യാ. ആ. ഇട്ടോണ ഇഞ്ഞോണോ ഞാൻ ഇതായിരിക്കുന്നു ഇതല്ലേ എന്തത് ഓ നാരനില്ലേ ഇത് ഒരു വാലുണ്ടോ അതതിന്റെ കീഴില അതങ്ങ് വെട്ടിയാ പറയുന്നു തോടെ കാര്യം ഞാൻ അങ്ങനെ എടുത്ത് പിടിക്കുവായിരുന്നു. വെള്ളമൊക്കെ പറിക്കരുതാ. പിടിച്ചോ വെട്ടിട്ട് പിടിക്കാന്ന്. പ്ലാഞ്ഞിനാ മൊത്തം ആരെ കടാൻ അടിച്ചാണോ അങ്ങനെ വെക്കല ബ്ലോഗ് ചെയ്യണ്ടേ? ആടെ എടുത്തോണ്ടിരിക്കുക ഫോണ് ചാർജ് ഇല്ല. നിങ്ങളുടെയൊക്കെ ടോർച്ച് വട്ടം അങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് ഈ കല്ലോട് പോയതാ. ഇങ്ങനെ പുറകോട്ട് നീ വരല്ലേ? ഞാൻ ഈ കല്ല് നീ കരകരി കേട്ടോ. അവിടെ വാ, എന്റെ കാണ്ട് എടുത്തോണ്ടാ ഉണ്ടോ ഇങ്ങോടി ഇവിടെ കാണാൻ വന്ന ഒരെണ്ണം കൂടെ അകത്തുനിന്ന് ഇറങ്ങി വരാറുണ്ട്. പ്ലാഞ്ഞിലല്ലേ ഒരു പ്ലാനില് വേണം. നെക്സ്റ്റ് ഇപ്പുറത്തിറങ്ങണം കൈ കയറി അത് കൈ അതിന്റെ മറ്റേ എടാ വെട്ട ഒത്തിരി അവിടെ കിലോടാ എന്റെ കുടുംബാടാ കിട്ടിയോ എടുത്തോട്ടോ കണ്ണ് വെട്ടൊന്നും ഇല്ലടേ. എടുത്തിട്ടോട്ടെ. നാളെ ഇനിയുണ്ട് ഇവിടെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേറെ ഉണ്ട്. അല്ലല്ല കീഴിലോട്ട് നടിച്ചേ കണ്ടോ കണ്ടോ അതാ പറഞ്ഞത്. ആരെങ്കിലും ഒരു ബ്ലാഞ്ചിലുണ്ടോ ബാക്കിൽ? അതിനകത്ത് നിറച്ച് മീനുണ്ടോ? മൊത്തം മീനാ. അത് കുഴപ്പമില്ല. കൈ പിടിച്ചേക്കെന്ന് പറഞ്ഞോണ്ടെണ്ണ ഒരു ബക്കറ്റ് കൊണ്ടുവരാ. അത് മൊത്തം മീനാ. ഇളക്കണ്ടോ നിക്കണ്ട. ഒരു ബക്കറ്റ് വെച്ചാൽ അനക്കി എടുക്കാണ്. അല്ല ആ ബക്കറ്റ് ഒരു ബക്കറ്റ് ഫ്രീ ആക്കി തരൂ. ഒരു ബക്കറ്റ് ഫ്രീ ആക്കി കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണാനൊക്കത്തില്ല, കൈ ഇടാക്കത്തില്ല. ഇതെന്തൂടെ ഈ ന്യൂഡിലായിട്ട് അതാ പറഞ്ഞ ഇട്ടോണ്ട കത്തി ഇങ്ങോട്ടോണ. അത് ചേട്ടാ അത് മൂർച്ചുള്ള വെട്ടാനൊക്കത്തില്ല. അതിന് ആ വല ഇറക്കിയാ മതി. എടാ നീക്കാണ് ആ വലക്കകത്ത് നമുക്ക് ഇറങ്ങടാ. ഇട്ടു എടാ അവിടെ ആ വല ഇറ അനക്കല്ലേ അനക്കല്ലേ നിങ്ങളത് കത്തി കൊണ്ട് കയറ്റി എന്നാ കത്തിയിട്ട് ഒന്ന് ഇങ്ങോട്ട് നടിച്ചെണ്ണ കത്തിച്ചില്ലേ വേണ്ടോ കാര്യങ്ങൾ. കല്ലായിരിക്കണം അമ്മത്തിരിക്കുന്ന കല്ലുകൾ തട്ടുന്നേ. ഒന്നിനെ ഇങ്ങനെ മതിയോ? നോട്ടെ ഇങ്ങനെ മതിയോ? അല്ല എന്റെ കൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ടും അങ്ങനെ എടുത്തിട്ട് വരുന്നത്. ആ ചാക്ക് കെട്ടി വെക്കണേ. ചാക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇട്ടോണോ അതോ പോയി മണ്ണ് കൂട്ടി പിടിന. അതൊന്നും വേണ്ട. അവിടുന്ന് പിടിച്ചെടുത്ത് അയാൾക്ക് അറിഞ്ഞൂടെ അതൊക്കെ പിടിക്കാൻ. എല്ലാരും ഒരുമിച്ചൊക്കെ മാറ്റി. എല്ലാരും ഒരുമിച്ച് വെട്ടാൻ പറ്റി. നിങ്ങളൊക്കെ നീ എവിടെ നിന്ന് ഞാൻ പിടിച്ചു നീ കൂടെ വയ്ക്ക്.
വെട്ടം കൊടു. കത്തിന്ന ഏയ് എൻ്റെ കാലത്ത് എടുത്തിട്ടല്ലേ. ഒരെണ്ണം വെളിയിൽ ഇറങ്ങി കേട്ടോ. ഈ ബക്കറ്റ് എടാ ജിത്തു ഞാൻ മേടിച്ചു എന്തി അങ്ങോട്ട് പോയി ചെന്ന് ഞാൻ കാണുന്നില്ല. ഇങ്ങോട്ട് അടിച്ചു വെട്ടാൻ പോലും ഇല്ല എൻ്റെ ഈ ഇതിനെ പിടിക്കാനാണ് നോക്കുന്നത്. ജിത്തുവിന് ആവേശമായി ചേട്ടാ. കൈയൊക്കെ ഇടുന്നു. അന്ന് രാവിലെ ഞാൻ കഴിക്കില്ലേ. അല്ല പിടിക്കാനേ മോട്ടറിന്റെ കീഴിൽ നിന്ന് മാറി വെള്ളം അടിക്കാൻ നോക്കടാ. വെള്ളം കോരി കാണാം. മോട്ടർ അടിക്കാനുള്ള ഏടാ. വെള്ളം കേട്ടോ. മോട്ടർ അടിക്കാനുള്ള വെള്ളമായി. ജിത്തു ഇങ്ങോട്ട് പോടാ. ലൈറ്റ് പോ പോ പോ. ഇളകത്തില്ല. വരൂടാ വരൂടാ. നീ സമാനപ്പെടാ. വെട്ടം പൊള്ളടിച്ച് ചുമ്മാ കളയാതെ ഇങ്ങോട്ട് വേണ്ട. മീൻ പിടിക്കാനുള്ള ഭാഗത്തോട്ടാ. അപ്പൊ മീനിനെ പിടിക്കാം. പറഞ്ഞു മനസ്സിലായി. പിടിച്ചാ ടൈമല്ല അല്ലേ. നടക്കത്തില്ല. കാരണം അതേ ഇച്ചിരി ഡേഞ്ചേഴ്സ് കൂടെ അത്. കാരണം അത് വല്ലാത്തൊരു കൂട്ടിനകത്തിരിക്കുന്നത്. ഇങ്ങോട്ട് ഇടുക. അല്ല അവിടെ അയാൾക്ക് വെട്ടം വേണ്ടല്ലോ. അവിടെ വേണ്ട. അവിടെ അവന്റെ തലയിൽ ഉൾപ്പെടെ വെട്ടാരിപ്പുണ്ട്. കേടി തോണോടെ നിക്ക കിണ്ണാണോ അങ്ങോട്ട് അടിച്ചു. നീ അങ്ങോട്ട് മൊത്തം ആരാടാ ഇരിക്കുന്നത്. പിടി 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 കിണ്ണാണ പിടി 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 ഇവിടെ വലിക്കുന്നുണ്ടാ. പിടിച്ചോ. വരുന്നു. എന്റെ കയ്യിലോട്ട് വരുന്നതേ ഉണ്ട്. എത്തി വരുന്നതേ ഉണ്ട്. ഇതായിരുന്നു എന്റെ പൊന്നമ്മച്ചി ഇത് കിട്ടുന്നില്ല. അത് ഇട്ടോണ്ട് മുമ്പി അതല്ല അത് വേറെ ചൂടടിച്ച് കൂടാ. അടിച്ചാണ് വരുന്നുണ്ട്. മൊത്തം അല്ല ബ്ലാഞ്ചിൽ ഏതാണ്ട് വെട്ടിയായിരുന്നല്ലോ ഇല്ലണ്ണ. കിട്ടിയോ കൈ വിടട്ടല്ലേ. വരുന്നുണ്ട്. തപ്പിത്തടയാന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടുവേ. നീ ഇനി വരാമോ? ഈ ഇരിക്കുന്നു. അതിനെ പ്ലാനിലൊക്കെ കിട്ടിയടാ. കിട്ടിയോണ്ണ അതിനകത്ത് മൊത്തം അതിനെ കൊണ്ട് ചാകരാക്കത്ത. അല്ല വെള്ളം വറ്റി വരും. വെള്ളം നല്ലോണം വറ്റി വരും. വെള്ളം എല്ലാം പോയിക്കോളും. ഒറ്റ ഒരു മാരകന്റെ കൂടെ നമുക്കൊരു തല കിട്ടണം കേട്ടോ. അതൊക്കെ ഇറക്കാം. കിട്ടുവനെ നോക്കടാ. അവൻ തലക്കകത്ത് പിടിക്കുന്നു. അവർക്ക് ആ കോടലിഞ്ഞോണ്ട് വരണം. അല്ല ഇട്ടോണ്ടേ ഇല്ല. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പിടി 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 കാലിനടുത്ത്. എന്ത് ചെയ്യാനാ ഞങ്ങള് ലൈറ്റ് പിടിക്കണം. അതിനകത്ത് അത്ര പോട്ട് ഇവിടെ കടന്നു ചാടി ഇത്ര. അതിന്റെ അടുത്ത് ആരേനും ഇരിപ്പുണ്ടേ. ഇട്ടോണ്ട ആരേൻ താണ്ടോന്ന് കിണ്ണ പിടി. അതിനൊക്കെ എടുത്തെടുക്കാം. നീ എങ്ങോട്ട് പറഞ്ഞാലേ ഞാൻ എവിടെയാ ബീച്ചിന് ഞാൻ പോന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ വെട്ടം അടിക്കണം. ബക്കറ്റ് ഇട്. എനിക്ക് പിടിക്കാനുള്ള വെട്ടം. എന്റെ കാലെടുത്തേ
ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പോയി അത് വിട്. കിട്ടിയോ? വെട്ടാടി നിക്കണ്ണ, എനിക്ക് ഞാൻ ഇതിനകത്ത് ഇരിക്കുന്ന അത് സാധനം വെള്ളം വലിഞ്ഞല്ല. ഇങ്ങോട്ടടി എന്റെ കക്ക മോശം പോയി. മോനെ ആ കമ്പി എടുത്തേ, ആ കമ്പി എടുത്തേ. അല്ല വേണ്ട, പൊക്കോ. ചെറുതാ. ഇങ്ങോട്ട് കത്തിക്കാൻ ഇത്രേ കൈ കയറത്തില്ല. തലക്കോട് അതല്ല, സൈസ് കൂടുതലാണ്. അല്ല, അതും കൊണ്ടുപോകും, മൊത്തം കൊണ്ടുപോകും. ഒരു അവന്റെ കാല് തോണ്ടിട്ടോണോ? അത് ടൈമിലാണോ? എന്താ എടുത്തിട്ടാ? എൻ്റെ കയ്യിലാണ് ഫോണും. ടൈമില്ല. ഇവിടെ ഈ ചെളി എടുക്കുന്നുണ്ടോ? ഈ കരിയ ഇതിനകത്തുള്ള ഇത് മൊത്തം ഉരുപ്പെടുന്ന മീൻ. ഇവിടെ ഈ വെള്ളം കോരി പിടിക്കണം കേട്ടോ, കോരി പിടിക്കണം, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് മൊത്തം മീൻ കിടക്കും. ഓഫ് ചെയ്തോണോ? ഞാൻ ഈ വെള്ളം കോരാ എടുക്കുവാണേ. നീ അങ്ങോട്ട് പോരൂ. അങ്ങനെ ഞങ്ങൾ തോടെല്ലാം പറ്റിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടി. ഒരു ചാക്കോളം മീനൊക്കെ കിട്ടി കേട്ടോ. ആണ്ടെ മോട്ടർ, മീന്, ബക്കറ്റ് നിറച്ച് മീനാണ്ട്, ചാക്ക് നിറച്ച് മീന്, പിന്നെ മറ്റേ ബക്കറ്റിനകത്തെല്ലാം മീനുണ്ട്. നല്ല രീതി മീനെ പിടിച്ചു കേട്ടോ. ഒരു ഞങ്ങള് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു മോട്ടർ ഇതുപോലെ ഒരു മോട്ടർ അതെടുത്തിട്ട് വന്ന് ഞങ്ങളെ പറ്റിച്ചു. അത് ഞങ്ങൾക്ക് വലിയ ചിലവൊന്നുമില്ല. ചെലവില്ലെന്നോ? മോട്ടറിന്റെ കാശ്, പെട്രോൾ കാശ് എല്ലാം ചെലവാണ്. മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ കുഴി മൊത്തം പറ്റിച്ചിട്ടുണ്ട്. ഇനി ആരും ഇങ്ങോട്ട് വരണ്ട, ഈ പരിസരത്തൊക്കെ ആരും വരണ്ട. നാളെ കനാല് തുറന്നു വിടുക. നാളെ തൊട്ട് കനാല് തുറന്നു വിടുക. നിന്നെ കോടാലി പിടി. ഇപ്പൊ ആദ്യത്തെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഓർഡർ ഇടുന്നത് ചെറുക്ക് കൊല്ലിക്കകത്ത് കിടക്കുന്നു നമ്മുടെ ബാക്കി. കൊള്ളല്ല. പിന്നെണ്ണ ജീവനോടെ പിടിച്ച ആരാന്നാണ്ട് പിന്നെണ്ണ നെടിയൻ നല്ലത്. ഞാൻ തട്ടിട്ട് അതൊന്നുമല്ല, അതിലും പേര് തുറന്നുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. അല്ല, ഞാൻ കാണുന്നില്ല. അതിന്റെ വെട്ടക്കുറവുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇതിന്റെ ബ്ലാഞ്ഞില് അതിന്റെ ഞങ്ങള് തോട്ടിന്ന് പിടിച്ച കൈതക്കോറ് താഴെ പോയത് ബോസേ. ഇങ്ങോട്ട് വെക്കണ. അതിന്റെ തലയുടെ വലിപ്പം തന്നെ കണ്ടോ? ഇതിന്റെ കഥ പറഞ്ഞത്. അപ്പൊ നമ്മുടെ പിടിച്ചു ഇവന്മാർ എന്ത് പറഞ്ഞാനെ ഇവരെ കറുതേ ഇവനാ തേങ്ങ കയറി ഒരു മട പിടിച്ചത്
എല്ലാം കൂടെ തേങ്ങ കരിക്കെല്ലാടുണ്ട്. അത് മുതൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടും. 9 കിലോ അതാ ഈ നെടിവ് ഒഴിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട. ഞങ്ങളുടെ പൊക്കി പൈപ്പുണ്ട്. ഓഫ് ചെയ്ത് പൈപ്പുണ്ടത് ഓഫ് ചെയ്തേരെ. വെള്ളം ഒഴിച്ചപ്പോ ചാടും. ചെവള വിളിച്ചു കിട്ടുന്നില്ല, വെട്ടക്കുറവുണ്ട്. ആരും നീക്കത്തില്ല. ഇയാളെ ഒന്നും കാണല്ലേ, മൊത്തത്തിൽ നമ്മള് ക്ലിയർ ചെയ്താണ്. അതിനകത്ത് ചേർമീനുണ്ട്. ഇത് നീ രാവിലെ ചെറുമീൻ എടുത്ത് തിരിഞ്ഞോട്ടെ. ജീവനോടൊക്കെ പിടിച്ച ആരൊക്കെ ഉണ്ട്. ഇതിനകത്തിരിക്കണം. തട്ടിയിടണം, തട്ടിയിടും. ആരവനുണ്ട്. ആറില്ല അതിനുണ്ട്. നീ വീട്ടിൽ പോയി നോക്കി, അച്ഛനെ കൊന്നു നോക്കി. അച്ഛൻ ഉച്ചക്ക് ഇറങ്ങിയതാ. അയ്യോ, ഞങ്ങൾക്കറിയില്ല. പരല്, വള്ളത്തി, ബ്രാല്, ചേർമീനുണ്ട്, കുറുവ, ബ്ലാഞ്ഞില്, ആരന്റെ കൂട്ടം, കാരി, തൈമല്, കൈതക്കോര, മീൻ, കോലാൻ, പള്ളത്തി, തൈമല്, കുറുവ, പരല് അല്ലെ പരല്, ഞങ്ങളുടെ ബ്ലാഞ്ചില് വലുതുണ്ട് കേട്ടോ. വലുത് ആരാൻ്റെ വലുതൊക്കെ എങ്ങനെ എടുക്കാനാ? ആരകൻ മക്കര് നിറച്ച ആരാരാ. കാരി, കുറുവ, വലിയ കുറുവ, കൈതക്കോര, ചേറുമീനും ബ്രാലും. ചേറുമീൻ കുറച്ചുള്ള ബ്രാല് കൂടുതലുണ്ട്. വലിയ ബ്രാലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, മറ്റേ കിണ്ണെണ്ണം പിടിച്ചെറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും മീനെയാണ് കിട്ടിയത്. അപ്പം അത് ഇന്നത്തെ ആയിട്ട് അവസാനിപ്പിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.